ഒരാൾ ബോധം കെട്ട് വീഴുമ്പം നിശ്ചലമായി കഴിയുമ്പം അപ്പം നമ്മൾ അവർക്ക് പൾസിനുണ്ടോ നോക്കുക. പൾസില്ല, ശ്വസിക്കുന്നില്ലെങ്കിൽ അവരൊരു കാർഡിയാക് അറസ്റ്റിലേക്ക് പോയിട്ടുള്ള അവസ്ഥയാണ്. ആ സമയത്ത് അവരുടെ ഹാർട്ട് റിവൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് CPR. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അയാളുടെ നിപ്പിളിൻ്റെ ഇടയ്ക്കുള്ള ചെസ്റ്റ് ഭാഗത്ത് നമ്മുടെ കൈ ഒരു കൈയുടെ ഹീൽ വെക്കുക, മറ്റേ പത്തിയുടെ മുകളിൽ വെച്ചിട്ട് ഹാർഡായിട്ട് പുഷ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റിൽ മിനിമം 100 കംപ്രഷൻ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫാസ്റ്റായിട്ട് കംപ്രസ് ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 2 ഇഞ്ചെങ്കിലും നമ്മുടെ സ്റ്റേണം അതായത് ബ്രസ്റ്റ് ബോൺ കംപ്രസ്ഡ് ആയിട്ട് പോകണം. ജനറലി നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് അത്യാവശ്യം ആ പ്രഷർ വേണം കുറച്ച് പമ്പ് ചെയ്യും. മിക്കവാറും ശ്വാസം ഇല്ലെങ്കിൽ പോലും ശ്വാസം പോലും ഈ പ്രക്രിയ കൊണ്ട് ശ്വാസം കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനറലി നമുക്കൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ല, പുറത്തുള്ള സെറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ആംബുലൻസ് ഹെൽപ്പ് വിളിക്കണം. ആംബുലൻസ് എത്താൻ താമസിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇഫ് യു ആർ കംഫർട്ടബിൾ നമുക്ക് മൗത്ത് ബ്രീത്തിങ് കൊടുക്കാം. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമായിരിക്കണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മൾ റുട്ടീൻ CPR 100 കംപ്രഷൻ പെർ മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് സഫീഷ്യൻ്റ് ആയിരിക്കും. അല്ല, ഇനി ഒരാൾക്ക് മൗത്ത് ബ്രീത്തിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ചിൻ ലിഫ്റ്റ് ചെയ്ത് ഹെഡ് ബാക്കിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത ശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. അത് നമ്മുടെ നോസ് പിഞ്ച് ചെയ്തിട്ട് വേണം കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ റഫ്ലി ആഫ്റ്റർ എവരി 30 ചെസ്റ്റ് കംപ്രഷൻസ് നമ്മൾ 2 ബ്രെത്ത് കൊടുക്കണം. ഇങ്ങനെയാണ് CPR ചെയ്യുന്നത്.